എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ നമ്മളെ പാഠപുസ്തകത്തിലുള്ള 1-ാം അധ്യായം പുൽ ബനി ഥി മാ എന്നുള്ള നമ്മുടെ ചാപ്റ്റർ ഫസ്റ്റ് 2 സ്റ്റാൻസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയില്ലേ? അതിലെന്തായിരുന്നു പറഞ്ഞിരുന്നത്? മാ പുൽ ബനി ഥി മാ. അമ്മ എന്തായിരുന്നു? ഒരു പാലത്തെ പോലെയായിരുന്നു. പിന്നീടോ ധീരെ ധീരെ ടൂട്ട്ത്തി രഹി മാ. പിന്നീട് അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? ധീരെ ധീരെ സാവകാശം അമ്മ എന്തായി മാറി? ദുർബലയാവാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ മക്കൾ എന്ത് മനസ്സിലാക്കി? ഭൂഡാ രഹി ഹേമ. അമ്മയ്ക്ക് എന്തായിട്ടുണ്ട്? വയസ്സായി എന്ന് നമ്മൾ മക്കള് മനസ്സിലാക്കി. ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ 2 സ്റ്റാൻസയിൽ നമ്മൾ പഠിച്ചതല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ബാക്കി കൂടി നോക്കാം. ആദ്യം ടീച്ചർ വായിക്കാം, നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കുക. മാ കെ ബാർ ബാർ കഹ്നെ കോ ഹം മാൻകർ ചലത്തെ രഹെ, ഉസ്കെ ബൂढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. ഒന്നുകൂടെ വായിക്കുന്നു. माँ के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. എന്തെങ്കിലും മനസ്സിലായോ? നമുക്ക് അർത്ഥം നോക്കാം അല്ലേ? കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ബാക്കി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. മാ കെ ബാർ ബാർ കഹ്നെ കോ. മാ കെ ബാർ ബാർ കഹ്നെ കോ. ബാർ ബാർ കഹന എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും വീണ്ടും പറയുക. കഹന പറയുക, ബാർ ബാർ കഹന വീണ്ടും വീണ്ടും പറയുക. ആരാ വീണ്ടും വീണ്ടും പറയുന്നത്? മാ. മാ കെ ബാർ ബാർ കഹനെ കോ. അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള പറച്ചിലുകള് ഹം മാൻകർ ചലത്തെ രഹെ. ഹം നമ്മൾ എന്ത് ചെയ്തു? മാൻകർ ചലത്തെ രഹെ. മാനിന അംഗീകരിക്കുക. നമ്മൾ എന്ത് ചെയ്തു? എല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോയി. ഹം മാൻകർ ചലത്തെ രഹെ. ഉസ്കെ ബൂഢേ ഹോനെ കി ആദത്. എന്തുകൊണ്ടാണ് നമ്മളത് അംഗീകരിച്ചത്? ഉസ്കെ അദ്ദേഹത്തിന്റെ, അവരുടെ, അതായത് ഉസ്കെ എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ് സൂചിപ്പിക്കുന്നത്? അമ്മയുടെ. മാക്കെ ഉസ്കെ അമ്മയുടെ. ബൂഢേ ഹോനെ കി ആദത്. എന്തുകൊണ്ടാണ്? ബൂഢേ ഹോനെ കി ആദത്. ആദത് എന്ന് പറഞ്ഞാൽ എന്താ? ശീലമാണ്. എന്ത് ശീല അമ്മക്കുള്ളത്? അമ്മയുടെ ബൂഢേ ഹോനെ കി ആദത്താണെന്ത്? ബാർ ബാർ കഹന. അമ്മ എന്ത് ചെയ്യും? ഇപ്പോ വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ മക്കളെ എന്ത് ചെയ്തു? മാൻകർ ചലത്തെ രഹെ, അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കാരണം എന്താ? ഉസ്കെ ബൂഢേ ഹോനെ കി ആദത്. ഇതെന്താണ്? അമ്മയുടെ ബൂഢേ ഹോനെ കി ആദത് ഹെ. അമ്മയുടെ പ്രായമായി പോയതിൻ്റെ, വയസ്സായതിൻ്റെ ഒരു ശീലമാണ്. വയസ്സായി പോയത് കൊണ്ടുള്ള ഒരു ശീലമാണ് എന്ത്? ബാർ ബാർ കഹന. ആദത് എന്ന് പറഞ്ഞാൽ ശീലം. അപ്നി ഹർ ആവാസ് മേ. അപ്നി ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂട്ട്ത്തി രഹി മാ. ആദ്യം അമ്മ എന്ത് ചെയ്തു? ബാർ ബാർ കഹനെ ലഗെ. പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു. പിന്നീടോ അപ്നി ഹർ ആവാസ് മേ. പിന്നീട് അപ്നി തൻ്റെ, ഹർ ആവാസ് മേ. ആവാസ് ശബ്ദം. ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം. ഹർ ആവാസ് മേ ഓരോ ശബ്ദത്തിലും ധീരെ ധീരെ ടൂട്ട്ത്തി രഹി മാ. ഇത് നിങ്ങൾക്കറിയാമല്ലേ? ധീരെ ധീരെ ടൂട്ട്ത്തി രഹി. അമ്മയുടെ ശബ്ദവും പിന്നീട് എന്ത് സംഭവിച്ചു? പതുക്കെ പതുക്കെ ക്ഷീണിക്കാൻ തുടങ്ങി. എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്?
അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ബാർ ബാർ കഹനെ ലഗെ, വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. ഹം മാൻകർ ചൽത്തേ രഹെ, ഇതെല്ലാം നമ്മൾ മക്കൾ എന്ത് ചെയ്തു? മാൻകർ ചൽത്തേ രഹെ, എല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോയി. കാരണം എന്താ? ഉസ്കെ ബൂഡേ ഹോനെ കി ആദത്ത്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ബൂഡേ ഹോനെ കി ആദത്ത്, ഇതൊക്കെ എന്താണ്? വയസ്സായി പോയതിൻ്റെ ഒരു ശീലമാണ്. വയസ്സായി പോയതുകൊണ്ട് സംഭവിച്ച ഒരു ശീലമാണ് ഇങ്ങനെ ബാർ ബാർ കഹന, പറഞ്ഞത് തന്നെ വീണ്ടും പറയുക. പിന്നീട് അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? അപ്നി ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂട്ട്തി രഹി മാ, പിന്നീടോ അമ്മയുടെ ആവാസ്, ശബ്ദവും എന്ത് സംഭവിച്ചു? ധീരെ ധീരെ, പതുക്കെ പതുക്കെ, ടൂട്ട്തി രഹി, എന്ത് സംഭവിച്ചു? പതുക്കെ പതുക്കെ അമ്മയുടെ ശബ്ദവും ക്ഷീണിച്ചു പോയി. ടൂട്ട്തി രഹി, കംസോർ ഹോ ഗയി, അമ്മയുടെ ശബ്ദവും എന്തായി? കംസോർ ഹോ ഗയി. ഈ പാരഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോയാലോ? ആദ്യം ടീച്ചർ ഒന്ന് വായിക്കാം. हाथों हाथ रहती माँ, एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. ഒന്നുകൂടെ വായിക്കാം. हाथों हाथ रहती माँ, एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. നമുക്കിതിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ഹാത്തോ ഹാത്ത് രഹത്തി മാ, അമ്മ എന്തായിരുന്നു? നമ്മുടെ കൈ പിടിച്ചു നടന്നിരുന്നു അല്ലേ? നമ്മളെ കൈ പിടിച്ച് നടത്തിയത് ആരായിരുന്നു? അമ്മയായിരുന്നു. ഹാത്ത് എന്താ? കൈ. ഹാത്തോ ഹാത്ത് രഹത്തി മാ, കൈ പിടിച്ച് നടത്തിയത്, നമ്മളെ കൈ പിടിച്ച് നടത്തിയിരുന്നു ആര്? അമ്മ. ഏക് ദിൻ, ആ അമ്മ എന്ത് സംഭവിച്ചു? നമ്മുടെ കൈ പിടിച്ച് നടന്നിരുന്ന അമ്മ ഏക് ദിൻ, ദിൻ ദിവസം, ഏക് ദിൻ ഒരു ദിവസം, ഹമാരേ കന്തോ മേ ആ ഗയി, കന്ത് എന്താണ്? ചുമല്, ഷോൾഡർ, തോളിൽ വന്നു. എന്താണ്? ഏക് ദിൻ ഒരു ദിവസം, ഹമാരേ കന്തോ മേ ആ ഗയി, നമ്മുടെ ചുമലിലായി അമ്മ. എന്ന് വെച്ചാൽ എന്താ? അമ്മയുടെ ജിമ്മദാരി, അമ്മയുടെ ഉത്തരവാദിത്വം, അമ്മയുടെ ചുമതല ആർക്കായി? ബേട്ടോം പരാഗയി, അമ്മയുടെ ചുമതല നമ്മൾ മക്കളുടെ ചുമലിലായി. അമ്മയെ നോക്കേണ്ടത് ആരായി? നമ്മളുടെ ഉത്തരവാദിത്വമായി. ആദ്യം അമ്മ എന്ത് ചെയ്തു? നമ്മുടെ കൈ പിടിച്ച് നടത്തി, നമ്മളെ വലുതാക്കി. ഇപ്പോഴോ അമ്മയ്ക്ക് വയസ്സായപ്പോ അമ്മ എന്ത് ചെയ്തു? ഹമാരേ കന്തോ മേ ആ ഗയി, മാ കി ജിമ്മദാരി ബേട്ടോം പർ ആ ഗയി, നമ്മൾ മക്കളിലായി. അമ്മയുടെ ഉത്തരവാദിത്വം, അമ്മയെ നോക്കേണ്ടത് ആരായി? നമ്മളായി. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ ഹം, അങ്ങനെ മക്കൾ നോക്കാൻ തുടങ്ങി. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ, പതുക്കെ പതുക്കെ, മെഹസൂസ് കർണേ ലഗേ, മെഹസൂസ് കർണ അനുഭവപ്പെടുക. എന്താ അനുഭവപ്പെട്ടത്? ആർക്കാ അനുഭവപ്പെട്ടത്? ഹം, നമുക്ക് മനസ്സിലായി. പതുക്കെ പതുക്കെ നമ്മൾക്ക് മനസ്സിലാവാൻ തുടങ്ങി, അനുഭവപ്പെടാൻ തുടങ്ങി. എന്താ അനുഭവപ്പെടാൻ തുടങ്ങിയത്? അപ്നെ വൃഷഭ് കന്തോ മേ, അപ്നെ വൃഷഭ് കന്തോ മേ, കന്ത ചുമലില്, വൃഷഭ് കന്തോ മേ ദൃഢമായ, നമ്മുടെ ശക്തമായ ചുമലില്. മാ കാ ഭാരി ഹോന, അമ്മ എന്തായിരുന്നു? ഭാരി ഹോന, ഭാരമാവുക. എന്താണ്? അമ്മ നമുക്കൊരു ഭാരമാവാൻ നമുക്കെന്ത്? ധീരെ ധീരെ, പതുക്കെ പതുക്കെ നമ്മൾക്ക് എന്താണ് തോന്നിയത്? അമ്മ നമുക്കൊരു ഭാരമാണെന്ന് തോന്നാൻ തുടങ്ങി.
ഇതിലൂടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മളെ കൈപിടിച്ച് നടത്തി വളർത്തിയത് അമ്മയായിരുന്നു. രണ്ടാമത്തെ വരിയിൽ എന്താ പറയുന്നത്? ഏക് ദിൻ ഹമാരേ കന്ദോ മേ ആ ഗയി മാ. ഒരു ദിവസം ആ അമ്മ നമ്മുടെ ചുമതലയിലായി, നമ്മളുടെ ഉത്തരവാദിത്വത്തിലായി. അമ്മയെ നമ്മൾ നോക്കേണ്ടതായിട്ട് വന്നു. ധീരെ ധീരെ മെഹ്സൂസ് കർണേ ലഗേ ഹം. പക്ഷേ പതുക്കെ പതുക്കെ നമ്മൾക്ക് എന്താണ് മെഹ്സൂസ് കർണേ ലഗേ? നമ്മൾക്ക് എന്താണ് അനുഭവപ്പെടാൻ തുടങ്ങിയത്? അപ്നെ വൃഷ്ഭ കന്ദോ മേ, നമ്മുടെ ശക്തമായ ചുമലില് മാ കാ ഭാരി ഹോന, അമ്മയൊരു ഭാരമായിട്ട് നമുക്ക് തോന്നി. അമ്മക്ക് എപ്പോഴെങ്കിലും മക്കള് ഭാരമായി തോന്നുവോ? ഇല്ല അല്ലേ? നമ്മളെ ചെറുതിലെ കൈപിടിച്ച് വളർത്തിയ അമ്മ, വലുപ്പത്തിലും അമ്മയ്ക്ക് നമ്മളെന്തായിരിക്കും? കൊച്ചുകുട്ടികളായിരിക്കും അല്ലേ? പക്ഷേ അമ്മയ്ക്ക് പ്രായമായി, അമ്മയെ നോക്കേണ്ടത് മക്കളായപ്പോൾ മക്കൾക്ക് എന്ത് തോന്നി? മക്കൾക്ക് അമ്മയൊരു ഭാരമായിട്ട് തോന്നാൻ തുടങ്ങി. എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾക്ക് ഇതിന്റെ ബാക്കി കൂടി നോക്കിയാലോ? ജബ് തക് ജീവിത് രഹി മാ हम बदलते रहे अपने कंधे, माँ आखिर माँ ही तो है, भार भार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ. എന്താണ്? जब तक जीवित रही माँ हम बदलते रहे अपने कंधे, माँ आखिर माँ ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ. എന്താണ് കവി ഇതിലൂടെ പറയുന്നത്? നമുക്ക് നോക്കാം. ജബ് തക് ജീവിത് രഹി മാ. ജബ് തക് എന്നുവരെയാണോ, എപ്പോൾ വരെയാണോ, ജീവിത് രഹി മാ, അമ്മ ജീവിത് രഹി ജീവിച്ചിരുന്നത്. അമ്മ എന്നുവരെയാണോ ജീവിച്ചിരുന്നത്, എപ്പോൾ വരെയാണോ അമ്മ ജീവിച്ചിരുന്നത്? ഹം ബദൽതേ രഹേ അപ്നെ കന്ദേ. ഹം, നമ്മൾ എന്ത് ചെയ്തു? ബദൽതേ രഹേ, നമ്മൾ ബദൽന മാറുക, മാറിക്കൊണ്ടിരുന്നു. ബദൽതേ രഹേ മാറിക്കൊണ്ടിരുന്നു. അപ്നെ കന്ദേ, എന്താ മാറിയത്? അപ്നെ കന്ദേ, നമ്മുടെ ഉത്തരവാദിത്വം. അപ്നെ, നമ്മുടെ ചുമൽ മാറി എന്ന് പറഞ്ഞാൽ എന്താ? ബദൽതേ രഹേ അപ്നെ കന്ദേ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ മക്കൾ എന്ത് ചെയ്തു? മാറി മാറി അമ്മയെ നോക്കാൻ തുടങ്ങി. ഇന്ന് ഞാനാണെങ്കിൽ നാളെ ആര് നോക്കട്ടെ? ഏട്ടൻ നോക്കട്ടെ. അങ്ങനെ നമ്മൾ മക്കൾ എന്ത് ചെയ്തു? അമ്മയെ ഓരോ ദിവസവും ബദൽതേ രഹേ, മാറി മാറി നോക്കാൻ തുടങ്ങി. ഉത്തരവാദിത്വം ഓരോ മക്കള് മാറി മാറി ഏറ്റെടുക്കാൻ തുടങ്ങി. അമ്മ അങ്ങനെയാണോ ചെയ്തിരുന്നത്? എല്ലാ മക്കളെയും അമ്മ തന്നെയല്ലേ നോക്കിയത്? പക്ഷെ മക്കളുടെ ഉത്തരവാദിത്വത്തിൽ, അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്ക് വന്നപ്പോൾ മക്കൾ എന്ത് ചെയ്തു? ബദൽതേ രഹേ അപ്നെ കന്ദേ. മക്കൾ എന്ത് ചെയ്തു? അമ്മയെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അമ്മയെ എന്ത് ചെയ്തു? വീതിച്ചു കൊടുക്കുക. ബദൽതേ രഹേ അപ്നെ കന്ദേ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ത്? അമ്മയുടെ ഉത്തരവാദിത്വം മക്കൾ എന്ത് ചെയ്തു? ബദൽതേ രഹേ, മാറി മാറി ഏറ്റെടുക്കാൻ തുടങ്ങി. മാ ആഖിർ മാഹി തോ ഹേ, മാ ആഖിർ മാഹി തോ ഹേ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മ തന്നെയല്ലേ. ആ വരിയുടെ അർത്ഥം എന്താ? മാ ആഖിർ മാഹി തോ ഹേ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മ തന്നെയല്ലേ. ബാർ ബാർ ഹമേ കന്ദേ ബദൽതേ ദേഖ്, അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മ തന്നെയല്ലേ. ഇതൊക്കെ കാണുമ്പോൾ ആർക്ക് വിഷമാകും? അമ്മക്ക് വിഷമാകും. ബാർ ബാർ ഹമേ കന്ദേ ബദൽതേ ദേഖ്, എന്താണ്? ബാർ ബാർ, വീണ്ടും വീണ്ടും, ഹമേ നമ്മളെ, കന്ദേ ബദൽതേ ദേഖ്, അമ്മ എന്ത് കണ്ടു? ദേഖ്ന കാണുക. അമ്മ എന്താ കണ്ടത്? കന്ദേ ബദൽതേ, നമ്മുടെ ചുമതല, നമ്മുടെ
ചുമൽ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരവാദിത്വം. നമ്മൾ എന്ത് ചെയ്തു? കന്തേ ബദൽന, നമ്മുടെ ഉത്തരവാദിത്വം നമ്മളിങ്ങനെ ബാർ ബാർ ബദൽന, വീണ്ടും വീണ്ടും മാറ്റുന്നത് ഇങ്ങനെ ആര് കണ്ടു? അമ്മ കണ്ടു. ബാർ ബാർ ഹമേ, വീണ്ടും വീണ്ടും നമ്മളെ, കന്തേ ബദൽത്തേ ദേഖ്, ഇങ്ങനെ ഉത്തരവാദിത്വം ബദൽത്തേ ദേഖ്, മാറ്റുന്നത് ദേഖ് കർ, കണ്ടിട്ട്, ഹമാരേ കന്തോ സേ ഉതർ ഗയി മാ, അമ്മ എന്ത് സംഭവിച്ചു? ഇതൊക്കെ കണ്ട് അമ്മക്ക് വിഷമമായി. അമ്മ എന്ത് ചെയ്തു? ഹമാരേ കന്തോ സേ ഉതർ ഗയി മാ, ഹമാരേ കന്തോ സേ, നമ്മുടെ ചുമലിൽ നിന്ന്, നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന്, ഉത്തർ ഗയി മാ, ഉത്തർന ഇറങ്ങുക, ഉത്തർ ഗയി, അമ്മ എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. ഹമാരി കന്തോ സേ ഉത്തർ ഗയി മാ, നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അമ്മ എന്ത് ചെയ്തു? ഉത്തർ ഗയി, അമ്മ ഇറങ്ങിപ്പോയി. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ മൃത്യു ഹോ ഗയി, അമ്മ മരണപ്പെട്ടുപോയി. നമ്മളെന്താ ചെയ്തത്? ബാർ ബാർ ഹമേ കന്തേ ബദൽത്തേ ദേഖ് കർ ഹമാരേ കന്തോ സേ ഉതർ ഗയി മാ, നമ്മളിങ്ങനെ അമ്മയുടെ ഉത്തരവാദിത്തം മാറി മാറി ഏറ്റെടുത്ത് നടത്തിയപ്പോൾ അമ്മ എന്ത് ചെയ്തു? ഹമാരേ കന്തോ സേ ഉതർ ഗയി, നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അമ്മ എന്ത് ചെയ്തു? നമ്മുടെ ചുമലിൽ നിന്ന് അമ്മ എന്ത് ചെയ്തു? ഉതർ ഗയി, അമ്മ ഇറങ്ങിപ്പോയി. യാനി മൃത്യു ഹോ ഗയി, അമ്മ മരണപ്പെട്ടുപോയി. ഇതിന്റെ ബാക്കി 2 വരി കൂടിയുണ്ട്, നോക്കാം. और माँ के कंधों से उतरते ही उतर गए हमारे कंधे. लास्ट वरी എന്താ? और माँ के कंधों से उतरते ही उतर गए हमारे कंधे. माँ के कंधों से उतरते ही, അമ്മ എന്ത് ചെയ്തു? ഹമാരേ കന്തോ സേ ഉത്തർ ഗയി, നമ്മുടെ ചുമലിൽ നിന്ന്, നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമ്മ ഉത്തർ ഗയി, അമ്മ ഇറങ്ങിപ്പോയി. യാനി ഉൻകി മൃത്യു ഹോ ഗയി, അദ്ദേഹം മരണപ്പെട്ടു. മാ കെ കന്തോ സേ ഉതർത്തേ ഹി, മാ കെ അമ്മയുടെ, കന്തോ സേ നമ്മുടെ ചുമലിൽ നിന്ന്, ഉതർത്തേ ഹി ഇറങ്ങിപ്പോയതോടുകൂടി, ഉതർ ഗയി ഹമാരേ കന്തേ, എന്ത് സംഭവിച്ചു? ഉതർ ഗയി ഹമാരേ കന്തേ, നമ്മുടെ ചുമലിൽ നിന്നും അമ്മ ഇറങ്ങിപ്പോയപ്പോൾ ഉതർ ഗയി ഹമാരേ കന്തേ, നമ്മുടെ ചുമല്, നമ്മുടെ ഉത്തരവാദിത്വവും എന്ത് സംഭവിച്ചു? ഉതർ ഗയി ഇറങ്ങിപ്പോയി. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഉത്തർ ഗയേ ഹമാരേ കന്തേ എന്ന് പറഞ്ഞാൽ എന്താ? ബേട്ടേ ബേസഹാരേ ബനെ, माँ के चले जाने से ബേട്ടേ ബേസഹാരേ ബനെ, അമ്മ പോയതോടുകൂടി നമ്മൾ എന്തായി? നമ്മൾ മക്കൾ ബേസഹാരേ, ആശ്രയമില്ലാതെയായി മാറി. നമ്മൾ മക്കൾക്കൊരു ആശ്രയമായിരുന്നു അമ്മ. ആ അമ്മ മരിച്ചതോടുകൂടി എന്ത് സംഭവിച്ചു? ഉതർ ഗയി ഹമാരേ കന്തേ എന്നുദ്ദേശിക്കുന്നത് എന്താണ്? മാ കെ ചലേ ജാനേ സേ, അമ്മയുടെ മരണത്തിനു ശേഷം, അമ്മ പോയതിനു ശേഷം, ബേട്ടേ ബേസഹാരേ ബനെ, ബേട്ടേ മക്കൾ എന്ത് ചെയ്തു? ബേസഹാരേ ബനെ, ആശ്രയമില്ലാത്തവരായി മാറി. ഒരാശ്രയവും ഇല്ലാതെയായി മക്കൾക്ക്. എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായില്ലേ? ഇനി ഈ ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിലുള്ള ഈ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ചോദ്യോത്തരങ്ങൾ നോക്കാവുന്നതാണ്. താങ്ക് യു.